ഇതിന്റെ മെന്റർ ജേക്ക് ബാലകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ ഭാഗമാണ്. കോവിഡ് വിവര വിശകലനത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിക്ക് ഏർപ്പാട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ദഹിക്കാവുന്ന ഒരു പ്രവർത്തനത്തിന് ഇരയാവുന്നതല്ല പ്രൈസ് വാട്ടർ കൂപ്പർ ആയാലും സ്പ്രിംഗ്ലർ ആയാലും. പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഡാറ്റ വിറ്റിരിക്കുന്നു കേരളത്തിലെ എന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യവും കൂടെ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ കോവിഡ് പഠനത്തിന് നിയോഗിച്ച സ്പ്രിംഗ്ലർ കമ്പനിക്ക് കേരളത്തിലെ സാധാരണക്കാരന്റെ ആരോഗ്യ വിവരങ്ങൾ അത് നാളെ വിറ്റ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ആരോഗ്യ വിവര ഡാറ്റകൾ അത് വിൽപ്പന നടത്തിയതിന്റെ ബുദ്ധി കേന്ദ്രവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയുമാണ്. ഇത്രയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നമ്മുടെ സച്ചിൻ ബൽദേവ് പറയുന്നത് പോലെ കേവലം സിവിൽ ക്രിമിനൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് വളരെ ആഴത്തിലും അടിത്തട്ടിലുമുള്ള ചില ബന്ധങ്ങളുണ്ട്, ചില കണ്ണികളുണ്ട്. ഒരുപക്ഷെ കേസിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കാൻ പറ്റിയ ആളുകളുണ്ട്. ഒരുപക്ഷെ നാളെ ഒരു മുഹൂർത്തത്തിൽ OC-യും അല്ലെങ്കിൽ RC-യും KK-യും IK-യും PV-യും ഒരുമിച്ച് രമ്യതയിലെത്താനുള്ള സാധ്യതയും ഉണ്ടാകാം. അത് തകർത്തതാണ് മാത്യു കുഴൽനാടനെ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഇവിടെ വന്ന വാദഗതികൾ സച്ചിൻ ബൽദേവ് പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതിൽ ഒരു ചോദ്യമേ ഉന്നയിക്കുന്നുള്ളൂ. ഇവർ കൊടുത്ത ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിൽ അവരുടെ തന്നെ വിശകലനത്തിൽ ആരാണോ തങ്ങൾക്ക് സേവനത്തിന് പ്രതിഫലം കൊടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കമ്പനി പറയുന്നു ഞങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടില്ല. അപ്പൊ ബൽദേവ് സാർ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അനധികൃതമായി വാങ്ങിയാൽ അതിന് നടപടിയുണ്ട്. ബൽദേവ് സാർ, ഈ പ്രശ്നം കേരളത്തിന്റെ പൊതുപ്രശ്നമാകുന്നത് അനധികൃതമായിട്ടാണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനി പണം കൈപ്പറ്റിയത് എന്ന് പണം കൊടുത്ത കമ്പനി ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ മൊഴി കൊടുത്തിരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്കൊരു സേവനവും കിട്ടിയിട്ടില്ല. ഞാൻ ബൽദേവ് സാറിനോട് ചോദിക്കുന്നത്, സേവനം കിട്ടാതെ മാസാമാസം 5 ലക്ഷം 3 ലക്ഷം എണ്ണി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരല്ലേ മാസപ്പടി? ഒരു പ്രതിഫലം കിട്ടാതെ, ഒരു സേവനവും കിട്ടാതെ, ഒരു പണിയും എടുക്കാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യക്തിപരമായും മകളുടെ പേരിലുള്ള കമ്പനിക്ക് അല്ലാതെയും പ്രതിമാസം 8 ലക്ഷം രൂപ വീതം 1,72,00,000 രൂപ കമ്പനി കണക്കിൽ കൊള്ളിച്ചത് അവരുടെ ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി, അഥവാ ഭാരതത്തിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും കേരളത്തിലെ വരുമാനത്തിന്റെ നികുതി കണക്കാക്കുന്ന ഏജൻസികളെയും പട്ടാപ്പകൽ പറ്റിക്കാനുള്ള കൊള്ളയായിരുന്നു എന്നത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടേ?